Hi everyone. Rabies is killing many people, അല്ലേ? ഈവൺ ആഫ്റ്റർ ടേക്കിംഗ് വാക്സിനേഷൻ. റീസെൻ്റായിട്ട് നമ്മൾ തന്നെ കേരളയിൽ ന്യൂസ് കണ്ടായിരുന്നു, ഒരു വാക്സിനേഷൻ എടുത്തിട്ടും മരിച്ചു. അപ്പോൾ എന്തായിരിക്കും അതിന് കാരണം എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഈ റാബിസ് എന്ന് പറയുന്നത്? റാബിസ് ഒരു വൈറൽ ഇൻഫെക്ഷനാണ്, ഒരു ബുള്ളറ്റ് ഷേപ്ഡ് ഒരു വൈറസാണ് ഈ റാബിസ് വൈറസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ നർവിലൂടെ ട്രാവൽ ചെയ്ത് ബ്രെയിനിലെത്തിയിട്ടാണ് നമുക്ക് റാബിസ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബൈറ്റ് കാറ്റഗറീസ് ആണ്. ഓക്കെ, ബേസ്ഡ് ഓൺ ദ സിവിയാരിറ്റി ഓഫ് ദ ഡിസീസ്, ബൈറ്റ് കാറ്റഗറീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3. കാറ്റഗറി 1, 2, 3 ആയിട്ട് ബൈറ്റ് കാറ്റഗറീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ കാറ്റഗറി 1 എന്ന് പറയുന്നത് ആനിമൽസിനെ ഫീഡ് ചെയ്യുന്ന ആളുകൾ, ജസ്റ്റ് ടച്ച് ചെയ്യുന്ന ആളുകൾ, നോ റിസ്ക് കാറ്റഗറിയാണ്. നോ നീഡ് ടു ടേക്ക് എനി കൈൻഡ് ഓഫ് വാക്സിനേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അതാണ് കാറ്റഗറി 1. ഇനി കാറ്റഗറി 2 ആണെങ്കിൽ മൈനറായിട്ടുള്ള ബൈറ്റോ മൈനറായിട്ടുള്ള ഒരു സ്ക്രാച്ചോ ഒരു ലിക്കിങ്ങോ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് കാറ്റഗറി 2. വാക്സിനേഷൻ തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് വാക്സിനേഷൻ എടുക്കണം, നിർബന്ധമാണ്. കാറ്റഗറി 3 വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വെരി ഡേഞ്ചറസ്. അത് ഡീപ് ബൈറ്റ്സ് ആണ്. സിവിയർ ആയിട്ടുള്ള ബൈറ്റ്സ് ആൻഡ് ലിക്കിങ് ഓൺ ദ വൂൺസ്. അതിൻ്റെ സലൈവ നമ്മുടെ കണ്ണിലും അതുപോലെ മൗത്തിലേക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കേസാണ് കാറ്റഗറി 3 എന്ന് പറയുന്നത്. കാറ്റഗറി 3 ബൈറ്റ്സ് ബോഡിയിൽ എവിടെ വേണമെങ്കിലും നമ്മളെ കാലിൽ കയ്യിൽ ഒക്കെ ഡേഞ്ചറസ് തന്നെയാണ്. പക്ഷേ മോർ ഡേഞ്ചറസ് എന്ന് പറയുന്നത് കാറ്റഗറി 3 ബൈറ്റ്സ് നിങ്ങൾക്ക് ഡീപ്പായിട്ടുള്ള ബൈറ്റ് നിങ്ങൾക്ക് കഴുത്തിനോ അറൗണ്ട് മൗത്ത്, ഹെഡിലോ അല്ലെങ്കിൽ ഫിംഗേഴ്സിലോ ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ ഈ വൈറസിന് പെട്ടെന്ന് തന്നെ ബ്രെയിനിലേക്ക് ട്രാവൽ ചെയ്ത് നമുക്ക് റാബീസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിനെയാണ് ഡേഞ്ചറസ്, മോസ്റ്റ് ഡേഞ്ചറസ് കാറ്റഗറി 3 ബൈറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ വാക്സിനേഷൻ എടുക്കണം. പക്ഷേ കൂടെ നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റാബിസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ, RIG എന്ന് പറയും. റാബിസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്തായാലും ഈ കാറ്റഗറി 3 ബൈറ്റ്സ് കിട്ടിയ ആളുകൾ എടുത്തിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഈ റാബിസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത് ഒരു റെഡിമെയ്ഡ് ആൻറ്റിബോഡിയാണ്. അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കടി കിട്ടിയ ഏരിയയിൽ ആ വൈറസിനെ ന്യൂട്രലൈസ് ചെയ്തിട്ട് നമുക്കൊരു പ്രൊട്ടക്ഷൻ തരും. ഇമ്മീഡിയറ്റ് ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഇസ് എ പാസീവ് ഇമ്മ്യൂണിറ്റി. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ കിട്ടും. നമ്മളെ വാക്സിൻ എന്താ ചെയ്യുന്നത്? നോർമൽ റാബിസ് വാക്സിൻ ഇറ്റ് വിൽ ട്രിഗർ ദ ബോഡി. അപ്പോൾ ബോഡി ഇറ്റ്സ് ഓൺ ആൻറ്റിബോഡീനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് വേണം വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ. ഇറ്റ്സ് ടേക്സ് സം ടൈം. അപ്പോൾ ആ ടൈം നമ്മൾ ഇങ്ങനെയുള്ള ഏരിയയിലാണ് ബൈറ്റ് കിട്ടിയതെങ്കിൽ നമുക്ക് അത്രയും ടൈം ഇല്ല. ഓക്കെ, റാബിസ് ആവും പെട്ടെന്ന്. അപ്പോഴത്തേക്ക് ആ ഇൻഫെക്റ്റഡ് ആവുന്നതിന് മുന്നേ നമുക്ക് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് പ്രൊട്ടക്ഷൻ കിട്ടാനാണ് ഈ ഒരു റാബിസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ നമ്മൾ കൊടുക്കുന്നത്. അപ്പം എന്തുകൊണ്ട് വാക്സിനേഷൻ എടുത്തിട്ടും ആളുകൾ മരിക്കുന്നത് എന്നുള്ളതിൻ്റെ കാര്യം, ഒന്ന് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലൈസിസ്, അതായത് കടി കിട്ടിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് വാക്സിൻ എടുത്തിട്ടില്ല. ഇനി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ കാറ്റഗറി 3 ബൈറ്റ്സ് ആണെങ്കിൽ അവർ റാബിസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുത്തിട്ടില്ല. ദേ മിസ്ഡ് ദാറ്റ് RIG. അതൊക്കെ ആവാം കാരണം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കാറ്റഗറി 3 ബൈറ്റ്സ് എങ്ങനെ പോയാലും സ്ക്രാച്ചോ ബൈറ്റ്സ് കിട്ടിയ വാക്സിനേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ കാറ്റഗറി 3 ബൈറ്റ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ RIG എടുത്തിരിക്കണം.